കുക്ക് ബുക്ക് റെസിപ്പി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അവൽ വിളയിച്ചതാണ്. ചേരുവകൾ: അവൽ 1.5 കപ്പ്, ശർക്കര 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, വെള്ളം 1 കപ്പ്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, എള്ള് 2 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ. പാചകം ചെയ്യുന്ന രീതി: ശർക്കര വെള്ളം ചേർത്ത് പാനിയാക്കുക. ഒരു നൂൽ പരുവമാകുമ്പോൾ അരിച്ച് ഒരു പാനിലേക്ക് മാറ്റുക. അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അവൽ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഒരു പാനിൽ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ എള്ള് ചേർത്ത് വഴറ്റിയെടുക്കുക. അവൽ മിക്സിലേക്ക് ഇത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുത്ത റെസിപ്പി അവൽ നനച്ചതാണ്. അവൽ, തേങ്ങ ചിരകിയത്, ശർക്കര ചീകിയത്, ഏലക്കാപ്പൊടി എന്നിവ കൈകൊണ്ട് നന്നായി തിരുമ്മി അതിൽ അല്പം ചൂടുവെള്ളമോ അല്ലെങ്കിൽ അല്പം പാലോ തളിച്ച് ഒന്നുകൂടി തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചിട്ട് കഴിക്കുക. ഏത്തപ്പഴം അല്ലെങ്കിൽ ചെറുപഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കാം. ഇനി അവൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വിധം നമുക്കൊന്ന് നോക്കാം. അവൽ ചെറിയ ഉപ്പുരസമുള്ള വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞെടുക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായാൽ കടുക് പൊട്ടിക്കുക. ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തോല് കളഞ്ഞ നിലക്കടല ഇട്ട് മൂപ്പിക്കാം. അതിലേക്ക് കറിവേപ്പില, കുരുകളഞ്ഞ കായമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇവ ചേർത്ത് ചെറുതായി വഴറ്റുക. കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് അതിലേക്ക് നനച്ചു വെച്ച അവൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഉപ്പ് കുറഞ്ഞു പോയെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കി അവലിൽ കുടയാം. കുറച്ച് ടൈം കൊണ്ട് ഉപ്പുമാവ് റെഡിയാകും. ഇതിന് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണം. പഴം വഴറ്റിയത്, വറുത്തരച്ച കടല അല്ലെങ്കിൽ ചിക്കൻ കറി കൂട്ടിയും കഴിക്കാം. ഇനി അടുത്തതായി അവൽ മിൽക്ക് എങ്ങനെ റെഡിയാക്കാം. നോമ്പ് കാലത്ത് ഊർജം നിലനിർത്താൻ അവൽ മിൽക്ക് ഉത്തമമാണ്. ഒരു ഗ്ലാസ് അവൽ മിൽക്കിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവൽ 1/2 കപ്പ്, നെയ്യ് 2 ടീസ്പൂൺ, ബദാം, കശുവണ്ടി 5 എണ്ണം വീതം, ചെറുപഴം 2 എണ്ണം, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടേബിൾ സ്പൂൺ. ഒരു നിർബന്ധവുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച പാൽ തണുപ്പിച്ചത് 1/2 കപ്പ്, പഞ്ചസാര 1/2 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 നുള്ള്. ഇനി തയ്യാറാക്കേണ്ട വിധം: ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് നെയ്യൊഴിച്ച് കശുവണ്ടിയും ബദാമും വറുത്തെടുത്ത് മാറ്റുക. ഇതിലേക്ക് അവലിട്ട് വറുത്തെടുക്കുക. ഒരു പാത്രത്തിൽ 2 ചെറുപഴം തൊലി കളഞ്ഞിടുക. ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുക്കണം. ഉടച്ച പഴത്തിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ചേർക്കുന്നവർ ചേർക്കേണ്ട സമയമാണ് ഇത്. ശേഷം ഒരു കപ്പിൽ തിളപ്പിച്ച ശേഷം തണുപ്പിച്ച പാലൊഴിക്കുക. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് ഇളക്കണം. ഇനിയൊരു ഗ്ലാസ് എടുക്കണം. ഇതിലേക്ക് അല്പം പഴം മിശ്രിതം ഇടണം. അതിനു മീതെ വറുത്തുവെച്ച അവലും കശുവണ്ടി, ബദാം എന്നിവയും ചേർത്തിടണം. ശേഷം വീണ്ടും പഴമിശ്രിതം ചേർക്കണം. മീതെ അവലും ശേഷം പാലും ഒഴിക്കണം. ഇവ ചെറുതായി ഇളക്കണം. മീതെ ബാക്കിയുള്ള കശുവണ്ടി, ബദാം എന്നിവ വിതറി അലങ്കരിക്കാം. സ്വാദിഷ്ടമായ അവൽ മിൽക്ക് ഇവിടെ റെഡിയായി.